ആധുനിക യുദ്ധമുറകൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് ടാങ്കുകളെക്കാളും വലിയ മിസൈലുകളെക്കാളും യുദ്ധകളത്തിൽ വിപ്ലവം സൃഷ്ടിക്കുന്നത് ലോയിറ്ററിംഗ് മ്യൂണിഷനുകൾ അഥവാ കാത്തിരുന്ന് ആക്രമിക്കുന്ന ചാവേ ഡ്രോണുകളാണ്. ഇപ്പോഴിതാ ഈ രംഗത്ത് ഇന്ത്യ ഒരു വലിയ നാഴികക്കല്ല് പിന്നിട്ടിരിക്കുന്നു. ഹൈദരാബാദ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന റെഡൻ സിസ്റ്റംസ് വികസിപ്പിച്ചെടുത്ത ഭീഷൺ എന്ന അത്യാധുനിക ആയുധ ശേഖരം ഇപ്പോൾ വാർത്തകളിൽ നിറയുകയാണ്. ഇന്ത്യയുടെ ആദ്യത്തെ മൾട്ടി ബാരൽ ലോയിറ്ററിംഗ് മ്യൂണിഷൻസ് ലോഞ്ചർ സിസ്റ്റമാണിത്. എന്താണ് ഇതിന്റെ പ്രത്യേകതകൾ? ഇത് എങ്ങനെയാണ് ഇന്ത്യൻ സൈന്യത്തിന് കരുത്താകുന്നത്? നമുക്ക് നോക്കാം. സാധാരണ പീരങ്കികൾക്കോ മിസൈലുകൾക്കോ പരിമിതികളുണ്ട്. എന്നാൽ ഭീഷൺ ഒരു മൾട്ടി ബാരൽ മ്യൂണിഷൻ ലോഞ്ചർ സിസ്റ്റമാണ്. അതായത് ഒരേ സമയം ഒന്നിലധികം ഡ്രോണുകളെ തൊടുത്തുവിടാൻ ഇതിന് സാധിക്കും. ഈ സിസ്റ്റത്തിന്റെ ഏറ്റവും വലിയ കരുത്ത് അതിന്റെ വേഗതയാണ്. വെറും 2 മിനിറ്റിനുള്ളിൽ 18 ലോയിറ്ററി മ്യൂണിഷനുകൾ വിക്ഷേപിക്കാൻ ഇതിന് കഴിയും. അതായത് ശത്രുവിന് ചിന്തിക്കാൻ പോലും സമയം നൽകാതെ ഒരു ഡ്രോൺ മഴ തന്നെ പെയ്യ്ക്കാൻ ഇതിന് സാധിക്കുമെന്ന് ചുരുക്കം. 30 കിലോമീറ്റർ ദൂരപരിധിയുള്ള ഏത് ശത്രു ലക്ഷ്യത്തെയും തകർക്കാൻ ഈ സിസ്റ്റത്തിന് ശേഷിയുണ്ട്. ഭീഷൺ മൾട്ടി ബാരൽ ലോഞ്ചർ സിസ്റ്റത്തിന്റെ സാങ്കേതിക മികവ് ആധുനിക യുദ്ധതന്ത്രങ്ങളിൽ വലിയൊരു മാറ്റമാണ് കൊണ്ടുവരുന്നത്. വെറും 4 സെക്കൻഡ് ഇടവേളയിൽ 18 ഡ്രോണുകളെ തുടർച്ചയായി വിക്ഷേപിക്കാനുള്ള റാപ്പിഡ് ഫയർ ശേഷി ശത്രുവിന്റെ പ്രതിരോധ നിരയെ നിമിഷങ്ങൾക്കുള്ളിൽ തകർക്കാൻ പ്രാപ്തമാണ്. യുദ്ധഭൂമിയിൽ എത്തിയ ശേഷം കേവലം 15 മിനിറ്റിനുള്ളിൽ പൂർണ്ണ സജ്ജമാകുന്ന ഈ സിസ്റ്റം 200 ബാർ ഹൈ പ്രഷർ കംപ്രസർ ഉപയോഗിച്ചാണ് ഡ്രോണുകളെ കൃത്യതയോടെ പുറത്തേക്ക് വിടുന്നത്. കൂടാതെ ലോഞ്ചറിൽ തന്നെയുള്ള 18 ഡ്രോണുകളുടെ അധിക ശേഖരം ഒന്നിനു പുറകെ ഒന്നായി ആക്രമണം തുടരാൻ സൈന്യത്തെ സഹായിക്കുന്നു. ഇത് ദീർഘനേരം നീണ്ടു നിൽക്കുന്ന പോരാട്ടങ്ങളിൽ വലിയൊരു മുൻതൂക്കം നൽകുന്നു. ഈ സിസ്റ്റം ഘടിപ്പിച്ചിരിക്കുന്നത് ഒരു സ്റ്റാലിയൻ 4x4 വാഹനത്തിന് മുകളിലാണ്. അതുകൊണ്ട് തന്നെ പർവ്വത പ്രദേശങ്ങളിലോ മരുഭൂമികളിലോ വനമേഖലകളിലോ ഒക്കെ വളരെ വേഗത്തിൽ ഇതിനെ എത്തിക്കാൻ സാധിക്കും. ഒരു സ്ഥലത്ത് നിന്ന് ആക്രമണം നടത്തിയ ശേഷം ശത്രു തിരിച്ചടിക്കുന്നതിന് മുൻപ് തന്നെ വാഹനം ഓടിച്ചു മറ്റൊരു സുരക്ഷിത സ്ഥാനത്തേക്ക് മാറാൻ ഇത് സഹായിക്കുന്നു. ഇതിലെ ഡ്രോണുകൾ വളരെ ഒതുക്കമുള്ളതാണ്. അവയുടെ ചിറകുകൾ മടക്കി വെക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ലോഞ്ചറിനുള്ളിൽ കുറഞ്ഞ സ്ഥലത്ത് കൂടുതൽ ഡ്രോണുകളെ സൂക്ഷിക്കാൻ കഴിയുന്നു. ഇവ വായുവിൽ എത്തിയ ഉടൻ ചിറകുകൾ വിടർത്തി ലക്ഷ്യത്തിലേക്ക് കുതിക്കും. എന്തുകൊണ്ടാണ് ഇതിനെ നെറ്റ്വർക്ക്ഡ് അറ്റാക്ക് സ്ട്രാറ്റജി എന്ന് വിളിക്കുന്നത്? ഒരേ സമയം 18 ഡ്രോണുകൾ വിടുമ്പോൾ ശത്രുവിന്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ കൺഫ്യൂഷനിലാവുന്നു. ഒരു മിസൈലോ വെടിയുണ്ടയോ ഉപയോഗിച്ച് ഒരു ഡ്രോണിനെ തകർക്കാം. പക്ഷെ 18 എണ്ണം ഒരേ സമയം വരുമ്പോൾ അവയെ തടയുക അസാധ്യമാണ്. ഇതിനെ സ്വാം അറ്റാക്ക് എന്ന് പറയാം. പല ലക്ഷ്യങ്ങളെ ഒരേ സമയം ആക്രമിക്കാനും ഭീഷണിന് സാധിക്കും. ഇന്ത്യൻ പ്രതിരോധ രംഗത്ത് സ്വകാര്യ പങ്കാളിത്തം കൈവരുന്ന വിപ്ലവകരമായ മുന്നേറ്റത്തിന്റെ തെളിവാണ് റഡൻ സിസ്റ്റത്തിന്റെ ഭീഷൺ. ആത്മനിർഭർ ഭാരത്, മേക്ക് ഇൻ ഇന്ത്യ എന്നീ പദ്ധതികളിലൂടെ ആയുധ ഇറക്കുമതി കുറയ്ക്കാനും തദ്ദേശീയമായ സാങ്കേതിക വിദ്യയിൽ കരുത്താർജിക്കാനും നമുക്ക് സാധിക്കുന്നു എന്നത് അഭിമാനകരമായ കാര്യമാണ്. അത്യാധുനികമായ ഈ മൾട്ടി ബാരൽ ലോഞ്ചർ സിസ്റ്റം ഇന്ത്യൻ സൈന്യത്തിന്റെ പ്രഹരശേഷി വർദ്ധിപ്പിക്കുക മാത്രമല്ല, ആഗോള പ്രതിരോധ ഭൂപടത്തിൽ ഇന്ത്യയുടെ സ്ഥാനം കൂടുതൽ സുദൃഢമാക്കുകയും ചെയ്യുന്നു. ചുരുക്കത്തിൽ യുദ്ധക്കളത്തിലെ വെല്ലുവിളികളെ നേരിടാൻ സർവ്വസജ്ജമായ ഒരു ഗെയിം ചേഞ്ചർ തന്നെയാണ് ഇന്ത്യൻ നിർമ്മിത ഈ വിസ്മയം.